നമസ്കാരം. ഇതുവരെയിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സനാതനധർമ്മം അശ്ലീലമാണെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയിൽ കേസെടുക്കണമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഭൂരിപക്ഷ സമുദായത്തെ എങ്ങനെ ഭിന്നിപ്പിക്കാമെന്ന ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. മുസ്ലിം ദേവാലയങ്ങളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നും സുരേന്ദ്രൻ. സനാതനധർമ്മം അശ്ലീലം ആണെന്നുള്ള CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന ബാലിശമായ ജൽപ്പനമാണ്. ഇവിടെ ഇപ്പോൾ ഭൂരിപക്ഷ സമുദായത്തെ എങ്ങനെ ഭിന്നിപ്പിക്കാം എന്നുള്ള ഒരു ശൃഗാല തന്ത്രവുമായിട്ടാണ് മൂപ്പർ ഇറങ്ങിയിരിക്കുന്നത്. അത് നടക്കില്ല. ഇവിടെ കേരളത്തിൽ 99% മുസ്ലിം ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അവർക്ക് ആരാധന സ്വാതന്ത്ര്യമില്ല. നമ്മുടെ കേരളത്തിൽ ഇന്ന് അത്രയും വലിയ പരിഷ്കൃത സമൂഹമാണ്, വലിയ വിപ്ലവകാരികളാണ് ഞങ്ങൾ എന്ന് പറയാൻ ധൈര്യമുണ്ടോ? സൂരജ് സജി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, ഈ വിഷയത്തിൽ എങ്ങനെ നീങ്ങാനാണ് ഇനി ബി.ജെ.പിയുടെ തീരുമാനം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, ഈ സനാതനധർമ്മം അശ്ലീലമാണെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ബി.ജെ.പി. ഇപ്പോൾ നിലപാട് ഘടിപ്പിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ തന്നെ അതിൽ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്ന കാഴ്ചയാണ് ഇന്നുണ്ടായത്. ശിവഗിരി വിഷയത്തിൽ മുഖ്യമന്ത്രി നടത്തിയ നിലപാടിന്റെ തുടർച്ചയാണ് എം വി ഗോവിന്ദന്റെ പ്രസ്താവന എന്നുള്ളതാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. അമേധ്യ ജൽപ്പനമാണ് എം വി ഗോവിന്ദന്റേത്. എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദനെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഈ CPM ഈ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല, അതിൽ പണ്ഡിതന്മാരുണ്ട്, പണ്ഡിതന്മാരുടെ അഭിപ്രായം നോക്കിക്കൊണ്ട് മാത്രം അതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടതുള്ളൂ എന്ന തുടങ്ങി എം വി ഗോവിന്ദനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നടക്കമുള്ള കടുത്ത നിലപാടിലേക്ക് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ എത്തുകയും ചെയ്തു. കീർത്തന, ശരി. സനാതനധർമ്മം അശ്ലീലം എന്ന എം വി ഗോവിന്ദന്റെ പരാമർശത്തിനെതിരെ കേസെടുക്കണമെന്നാണ് ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പൊതുമരാമത്ത് വകുപ്പിൽ കൂട്ട സസ്പെൻഷൻ. 31 പേരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങി. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് കടുത്ത നടപടി. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, ഏതൊക്കെ പദവിയിൽ ഇരിക്കുന്നവരാണ് ഇപ്പോൾ സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? കീർത്തന, അതീവ ഗുരുതരമായ തെറ്റായി നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുകയും സർക്കാർ വലിയ രീതിയിൽ അന്വേഷണം നടത്തിയതുമാണ് ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ക്ഷേമ പെൻഷൻ, അതായത് അശരണർക്ക് വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽപ്പെട്ട പെൻഷൻ വൻതോതിൽ അടിച്ചു മാറ്റുന്നതായി നേരത്തെ 24 ആണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത്. അതിൽ ഒരു ബിഗ് ഇമ്പാക്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നീട് മറ്റു മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തതാണ്. പൊതുമരാമത്ത് വകുപ്പിൽ 31 പേരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് സർക്കാരിന്റെ പരിശോധന ചീഫ് സെക്രട്ടറി തലത്തിലുള്ള വിവിധ വകുപ്പിലേക്ക് അത് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് ലഭിച്ച പട്ടിക പ്രകാരം പ്രാദേശികമായി തന്നെ പരിശോധന നടത്തി. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചീഫ് എഞ്ചിനീയറാണ് സസ്പെൻഷൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റു വകുപ്പുകളെ അപേക്ഷിച്ച് കൂട്ട സസ്പെൻഷൻ നടക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിലാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ കർശനമായ നിലപാടെടുത്തു എന്നുള്ളതാണ്. നേരത്തെ മുഖ്യമന്ത്രിയും ഇക്കാര്യം പറഞ്ഞതാണ്. ഒരു തരത്തിലുള്ള ഈ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്നുള്ളതാണ്. ഒരു മാപ്പും അവർ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇവർ പെൻഷനായി തട്ടിപ്പിലൂടെ നേടിയ പെൻഷൻ തുക പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നടപടിയും സ്വീകരിക്കുന്നതായി ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്. കീർത്തന കേശവൻ. ദീപക്, ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഒരു തരത്തിലുള്ള ഇളവും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള നടപടിയിൽ ഒരു തരത്തിലുള്ള ഇളവും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് 31 പേരെ കൂട്ട സസ്പെൻഷന് വിധേയമാക്കിയിട്ടുള്ളത്. ഈ നടപടി ഇനിയും കർശന നടപടി തുടരുമെന്നതിനുള്ള മുന്നറിയിപ്പ് തന്നെയല്ലേ ഈ ഉത്തരവിലൂടെ നമുക്ക് കരുതാൻ? കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർ നൽകിയിരിക്കുന്ന ഈ ഉത്തരവിൽ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഓരോ ഉദ്യോഗസ്ഥന്റെയും ചുമതല ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് പാർട്ട് ടൈം സൂപ്പർ, ഓഫീസ് അസിസ്റ്റന്റ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഇങ്ങനെ വിവിധ റാങ്കിൽപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ, നിരത്തുകളുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, ഇങ്ങനെ നിരവധി വകുപ്പിൽപ്പെട്ടവരാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. റെസ്റ്റ് ഹൗസ്, നെയ്യാറ്റിൻകരയിലെ റെസ്റ്റ് ഹൗസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതുപോലെ തന്നെ റെസ്റ്റ് ഹൗസ് പാലയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഇങ്ങനെ നിരവധി തസ്തികയിൽപ്പെട്ടവർ വിവിധ ഘട്ടങ്ങളിലായി ബംഗ്ലാവ്, ട്രാവലേഴ്സ് ബംഗ്ലാവ് നിലമ്പൂരിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ,
ഇങ്ങനെ വിവിധ തസ്തികകളിൽ പെട്ടവർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി വളരെ കൃത്യമായി പറഞ്ഞാൽ സർക്കാരിന്റെ പണത്തെ കൊള്ളയടിക്കുക. ഒരു പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ള വളരെ സാഹസികമായി ജീവിക്കേണ്ടി വരുന്ന കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ്. ആ പെൻഷൻ തട്ടിയെടുത്തവർക്കെതിരെയാണ് ഒരു കൂട്ട സസ്പെൻഷൻ നടപടിയിലേക്ക് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് പോയിരിക്കുന്നത്. 31 പേർക്കാണ് സസ്പെൻഷൻ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ശരി, മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ 31 പേർക്കെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടായിട്ടുള്ളത്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മു കശ്മീരിലെ ബന്ദിപ്പോരയിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 3 ജവാന്മാർക്ക് വീരമൃത്യു, 2 ജവാന്മാർക്ക് ഗുരുതര പരിക്ക്. വാഹനം റോഡിൽ നിന്ന് തെന്നിമാറി കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അച്യുതൻ, അപകടം എങ്ങനെയാണ് ഉണ്ടായത്? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഇപ്പോൾ? കീർത്തന, ഏറെ ദാരുണമായ സംഭവമാണ് ബന്ദിപ്പോര ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. സൈനിക വാഹനം അത് റോഡിൽ നിന്ന് തെന്നിമാറി താഴ്ചയിലേക്ക് പതിച്ചാണ് ഈ ഒരു വലിയ അപകടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സൈനിക വാഹനം പൂർണ്ണമായും തകർന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് സേന അറിയിച്ചിരിക്കുന്നത് മോശം കാലാവസ്ഥയെ തുടർന്ന് ദൃശ്യപരിധി കുറഞ്ഞതാണ് ഈ അപകടത്തിന് പിന്നിലെ കാരണമെന്നാണ് ഇപ്പോൾ സേന തന്നെ ഈ വിഷയത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. 3 സൈനികർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. 5 സൈനികർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും സേന അറിയിച്ചിട്ടുണ്ട്. അതായത് ഇവരെ ഇപ്പോൾ നിലവിൽ ഇവർക്ക് വിദഗ്ധ ചികിത്സ നൽകിയിരിക്കുകയാണ്. എന്തായാലും അപകട കാരണം സംബന്ധിച്ച് വിശദീകരിച്ചിരിക്കുന്നത് മോശം കാലാവസ്ഥയെ തുടർന്നായിരുന്നു ഈ അപകടമുണ്ടായത്. ശരി, മോശം കാലാവസ്ഥയാണ് വെല്ലുവിളിയായത്, പ്രതിസന്ധിയായത്. ബന്ദിപ്പോരയിലാണ് അപകടമുണ്ടായത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. കലോത്സവ നഗരിയിലേക്കാണ് ഇനി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനം തന്നെ ഇഞ്ചോടിഞ്ചു പോരാട്ടം. 53 പോയിന്റ് വീതമുള്ള തൃശൂരും കണ്ണൂരും ജില്ലയുമാണ് 53 പോയിന്റുമായി ഇഞ്ചോടിഞ്ചുള്ളത്. സ്കൂളുകളിൽ പാലക്കാട് BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാമതുള്ളത്. ഷഹദ് റഹ്മാനും സ്മിത ഹരിദാസും ചേരുന്നുണ്ട് വിശേഷങ്ങളുമായി. ഷഹദ്, സ്മിത, എങ്ങനെയുണ്ട് കലോത്സവ നഗരിയിൽ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇഞ്ചോടിഞ്ചു പോരാട്ടമാണല്ലോ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വൈകിട്ടാകുമ്പോഴേക്കും ആളുകൾ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുകയല്ലേ സ്മിത? ഇപ്പൊ വൈകിട്ടായപ്പോ ഒരുപാട് പേര് ഇങ്ങനെ വരുന്നു. പിന്നെ തിരുവനന്തപുരത്തിനെ കുറിച്ച് പറയുന്നത് എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നവരാണ്. അപ്പൊ വൈകിട്ടാണ് ഇവര് കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും ഒക്കെ എത്തുക. അതിനാണെന്ന് തോന്നുന്നത് എല്ലാവരും വന്നുകൊണ്ടേയിരിക്കും. അല്ല, രാവിലെ നമുക്ക് ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ആരും വരുന്നില്ല, കാണാൻ ആളില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ പതിയെ ആൾക്കാർ വന്നു തുടങ്ങുന്നുണ്ട്. അത് നമുക്ക് ഒരു ഊർജ്ജം തരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഇനി രാത്രി ഇതൊന്നല്ല പൂരം, ഇതിനേക്കാൾ തൃശ്ശൂർ പൂരം പോലെ പൂരമായിരിക്കും. പക്ഷെ ഇപ്പൊ എല്ലാരും വിചാരിക്കണ്ടാവും ആരാണ് നമ്മുടെ കൂടെ. കാർത്തിക കല്യാണി അല്ലെ? ഞാനിങ്ങനെ കൺഫ്യൂസ് ആയി. കാർത്തിക കല്യാണി 2 പേരുണ്ട് അല്ലെ? മോള് കുച്ചിപ്പുടി മത്സരമാണ്. എപ്പോ മുതലാണ് പഠിക്കാൻ തുടങ്ങിയത്? ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമാവും. ഈ കാർത്തികക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാർത്തിക തിരുവനന്തപുരം ജില്ലക്കാരിയാണ്. അപ്പം സ്വന്തം ജില്ലയിൽ കലോത്സവം വന്നപ്പം ആദ്യമായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന പ്രത്യേകത ഉണ്ട്. ആ ഒരു ഭാഗ്യമുണ്ട്. സന്തോഷമുണ്ട് അല്ലേ? കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. നമുക്ക് ഇനി പറഞ്ഞു നിന്ന് പ്രേക്ഷകരെ കളിക്കുന്നില്ല, കാർത്തികയുടെ പെർഫോമൻസിലേക്ക് പോവാം നമുക്ക് അല്ലേ? ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്.
യെസ്, അടിപൊളി അല്ലേ സ്മിത? യെസ്, അതായത് ഈ ഒരു വൈകുന്നേരത്തിന് പറ്റിയ പെർഫോമൻസ് ആയിരുന്നു. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കയറി വരുന്നല്ലേ. മോൾ ആരാ പഠിപ്പിക്കുന്ന? ഡാൻസ് ആരാ പഠിപ്പിക്കുന്നത്? വിജല ബാലകൃഷ്ണൻ, കോഴിക്കോടാണ്. എത്ര വർഷമായി പഠിക്കുന്നു? ടീച്ചറിന്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം. അപ്പം ഇനി എന്തൊക്കെയാണ് ഇതല്ലാതെ വേറെ എന്തൊക്കെയാ പഠിക്കുന്നത്? ഞാൻ ഭരതനാട്യം സുബേഷ് മാഷിന്റെ അടുത്താണ് പഠിക്കുന്നത്. സമാശ എറണാകുളമാണ്. ഇത് രണ്ടുമാണ് ഇപ്പൊ ഞാൻ പഠിക്കുന്നത്. സ്മിതയ്ക്ക് എന്തോ ചോദിക്കാനുണ്ടോ? ഇത് എന്റെ ചെറുപ്പത്തിലെ വീട്ടില് കനകാംബരം എന്ന് പറഞ്ഞ പൂ ഉണ്ടാവും. ഇപ്പൊ അതങ്ങനെ കാണാറില്ല കേട്ടോ. അത് ചൂടിയ പോലെയുണ്ട്. കനകാംബരം പൂവാണോ കുച്ചിപ്പിടിയിൽ അങ്ങനെ കാണുക? അല്ല, ഇത് കളേഴ്സ് ഇങ്ങനെയാണോ? പല കളേഴ്സ് വരും. ഇഷ്ടമുള്ള കളേഴ്സ് വെക്കും. ഇതാണ് ബേസിക് ആയിട്ട് എല്ലാവരും. അപ്പൊ മോൾക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകൾ. ഇന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. പലപ്പോഴും ഇങ്ങനെ മത്സരങ്ങളിലൊക്കെ ഉയരത്തിലെത്തിയിട്ട് ഒന്നാമതെത്തിയവര് പലപ്പോഴും കലകൾ അതിൽ നിന്നൊന്നും ഇല്ലാതെ ജീവിതത്തിന്റെ ഗൗരവമേറിയ ജീവിതം തിരക്കുകളൊക്കെ വരുമ്പോൾ കലകളില്ലാത്തൊരവസ്ഥ അങ്ങനെ ഒരിക്കലും ആവരുത്. ഇതൊരു അനുഗ്രഹമാണ്. അപ്പൊ തീർച്ചയായിട്ടും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴൊക്കെ കലയെ ചേർത്ത് പിടിക്കുക. ചേച്ചി പറഞ്ഞത് മനസ്സിലായില്ലേ? കണ്ടിന്യൂ ചെയ്യും ഉറപ്പായിട്ടും. അപ്പം അങ്ങനെ വെറും കൈയോടെ വിടുന്നു പോകണല്ലേ? ചെറിയൊരു സമ്മാനം. അപ്പം തിരുവനന്തപുരത്ത് വന്ന് നമ്മൾ 24-ൽ വന്ന് ഈ പരിപാടിയൊക്കെ അവതരിപ്പിച്ചതിന് നമ്മുടെ വക, 24-ന്റെ വക, ഒപ്പം തന്നെ മിൽമയുടെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ആമ്പ്. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മോളെ, താങ്ക് യു. നമ്മൾ ഇനിയും ഇപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? കുച്ചിപ്പുടി കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല മിടുക്കി കുട്ടി, സുന്ദരി കുട്ടി. ഈ സായാഹ്നത്തില് അതിസുന്ദരമായ ആ ദൃശ്യമായിരുന്നു നിങ്ങൾ കണ്ടത്. ഇനിയും ഉണ്ട്, തീർന്നിട്ടില്ല. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് എന്താ? അടുത്തത് എനിക്ക് തോന്നുന്നു വേദി 2-ൽ ഇനി സംഘനൃത്തം ആരംഭിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റു പല വേദികളിലും ഒരുപാട് പെർഫോമൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമുക്കൊന്ന് കീർത്തനന്റെ അടുത്തേക്ക് വീണ്ടും പോയാലോ? ഓക്കെ. യെസ്, എന്തായാലും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കൂ. കലോത്സവ നഗരിയിൽ നിന്നുള്ള വിശേഷങ്ങളാണ് സ്മിത ഹരിദാസും ഷഹദ് റഹ്മാനും നൽകിക്കൊണ്ടിരുന്നത്. നോക്കാം ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്നിതുവരെ പൂർണ്ണമാവുകയാണ്.